ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു മീൻ കറി ഇവിടെ വെക്കാൻ പോണം. അതായത് പുളിയിൽ മുളകിൽ കറിയിലാണ് വെക്കാൻ പോണം. മുളകിട്ട കറിയാണ് വെക്കാൻ പോണത്. വേളാപ്പാരയാണ്. ഇവകൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 3 കരണ്ടി മുളക് പൊടി, 2 കരണ്ടി മല്ലിപ്പൊടി, 3 അല്ലി ഉള്ളി, ചെറിയ ഉള്ളി, 1/4 ടീസ്പൂണ് കുരുമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ചെറിയ ഒരു തക്കാളി, 2 പച്ചമുളക്. ഇത്രയും കൂടെ ഇട്ടിട്ട് ചട്ടി ഞങ്ങൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ആ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഇത്ര എണ്ണ മതി. അതിൽ ഒരുപാട് എണ്ണ വേണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ ഒരു നുള്ളു കടുകിട്ട് ഉള്ളി നമ്മൾ ചതയ്ക്കാൻ പോകുന്നു. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്നിടിച്ച് കണക്കിന് ചതച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ കണക്കിന് ചതച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളി എപ്പോഴും എടുക്കാവൂ. വെളുത്തുള്ളി ഒരുപാട് എടുക്കരുത്, കറിയുടെ ടേസ്റ്റ് കുറയും. ഈ ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയും പച്ചമണം ഒന്ന് മാറണ വരെ നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ മുളക് പൊടി അടുത്തത് ഇത്രയും മൂത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് വഴറ്റി. എല്ലാവർക്കും ഇത് വയ്ക്കാനൊക്കെ അറിയാം. പിന്നെ ഞാനൊന്നും ആദ്യമായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കണത്. ഇപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചൊക്കെ പോണ പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ പോലെ ഉള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ഉള്ള കൊച്ചു പിള്ളേരെയൊക്കെ ഇപ്പോൾ കെട്ടിച്ച് പഠിച്ചുകൊണ്ടൊക്കെ നിൽക്കണം. കുട്ടിയൊക്കെ ഒന്നും കറി വയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാനിതിപ്പോൾ ഇത് കാണിക്കുന്നത്. പിള്ളേരെല്ലാം ഇത് കണ്ട് പഠിക്കണം. ഇനി നമ്മൾ മുളക് കറി വയ്ക്കണം. ഇങ്ങനെയാണ് ഇതാ. അപ്പം നമ്മൾ മാറ്റിയിട്ട് ഒരുപാട് മൂക്കണമൊന്നുമില്ല. അതിന് കിടന്ന് വെന്തോളിതാ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാൻ പോവുകയാണ്. ആയിട്ട് മല്ലിപ്പൊടി ഇട്ട്, കുരുമുളകൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇടണമെങ്കിലും കൂടുതലും ഇടാം. ഞാനിപ്പോൾ കുറച്ച് എടുത്തോളൂ. നമുക്ക് നല്ല എരിയൊക്കെ വേണമെങ്കിലും ഞാൻ മുളക് പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്. മുളകൊന്ന് വറുത്ത മുളകാണെങ്കിൽ ഒരുപാട് മൂപ്പിക്കരുത്. പച്ചമുളകാണെങ്കിൽ ഒന്നും കൂടെ മുക്കണം. ഞാൻ ഇപ്പോൾ ഇത് വറുത്തതാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ഞാൻ നമ്മുടെ പുളി ഇപ്പം നല്ലതല്ല. അതുകൊണ്ട് കരടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അരയ്ക്കൂല. പിഴിഞ്ഞാണ് എടുക്കണത്. പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. എല്ലാവരും വിചാരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കറി വയ്ക്കാൻ അറിയാം. ഇന്ന് ഞാൻ വലിയവർക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അനുജത്തിമാർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മക്കളും ഇത് കണ്ട് പഠിക്കണം. കണ്ട് ഇതുപോലെ വീട്ടിലെല്ലാം വയ്ക്കണം. എല്ലാം ഇത് മതി. നമുക്ക് മുളക് കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആവശ്യത്തിന് ഇതിപ്പോൾ നമ്മൾ ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ വാരിയിടും. ഉപ്പിടേണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, അതറിയാമല്ലേ, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചിട്ടുള്ളൂ. നിങ്ങൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരെയാണ്. ഇനി നമ്മളതായി മീനെല്ലാം മീനിലോട്ടിടേണ്. മീനെല്ലാം ഇങ്ങനെ കിടക്കണം. വേളാപ്പാരയാണ് ഇത്. ഇതുപോലെ വെക്കണം. ഇനി ഇത് തിളച്ച് നല്ല വറ്റിച്ചെടുക്കണം. ഇത് നമുക്ക് കഴിക്കാം. മീനൊക്കെ നല്ല മീനാണ്. ഇന്ന് ഒരു ഫ്രഷ് മീൻ കിട്ടി ഞങ്ങൾക്ക്. കുറേ ദിവസം കൊണ്ട് മീൻ കിട്ടണ കൊള്ളൂല. എൻ്റെ കെട്ടിയവനാണ് മീൻ വാങ്ങിച്ചുകൊണ്ട് വരണം, ശരിയാവൂല. ഇന്ന് ഞാൻ കഴുക്കൂട്ടത്ത് പോയി നല്ല മീൻ വാങ്ങിക്കൊണ്ട് വന്നു. കെട്ടിയവന് മീൻ വാങ്ങിക്കാൻ അറിഞ്ഞൂടാ. കെട്ടിയവർ പ്രവാസിയാണ്. പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ മാർക്കറ്റിലൊക്കെ പോവും. എനിക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ ഞാൻ പോയി വാങ്ങിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ പോകണില്ല. കെട്ടിയവനാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കെട്ടിയവന് മീൻ വാങ്ങിക്കാൻ അത്ര പോരാ. ഇവിടെ എന്ന് മീൻ കൊണ്ടുവന്നാലും ഇവിടെ വഴക്കാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കഴുക്കൂട്ടത്ത് മാർക്കറ്റിൽ പോയി
നല്ല പച്ച വേളപ്പാല കിട്ടി. ഇനി 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇന്ന് ഒന്നേ ഞങ്ങൾ വെക്കുന്നുള്ളൂ. നമുക്കൊന്ന് മതി, ഞങ്ങളെ വീട്ടിലത് ഒന്ന് മതി. അതുകൊണ്ട് ഇത് എല്ലാവരും കണ്ട് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ച് ഇനി തിളച്ച് വറ്റി കഴിയുമ്പോൾ ബാക്കി ഇറക്കാറമ്മ കാണിക്കും. ഹലോ, നമ്മളെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ചാറ് നമുക്ക് ചോറിലൊഴിച്ച് കുഴച്ച് തിന്നാൻ കണക്കായിട്ടുള്ള ചാറായിരിക്കണം. തീരെ വറ്റിയും പോകരുത്, വറ്റാതിരിക്കുകയും ചെയ്തത്. അടിപൊളി വേളക്കറി, വേളപ്പാര. ഞാൻ എന്താ ടേസ്റ്റ് നോക്കിയാണ്. ആ സൂപ്പർ എന്നാണ് കറി. ചൂട് എല്ലാവരും ഇത് വെച്ച് നോക്കണം. വെച്ചിട്ട് അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം. എല്ലാ കൂട്ടുകാരും ഈ കറി വെച്ച് നോക്കണം. എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത്. ഒരുപാട് കൊച്ചല്ല, പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇത് കണ്ടു വെക്കണം. സൂപ്പറാണ്. തേങ്ങ ഇതിൽ ചേർക്കൂല, ഞങ്ങൾ ചേർക്കൂല, ബാക്കിയുള്ളവർ ചേർക്കൊന്നും ചേർക്കൂല. ഈ മീനിൽ ഞങ്ങൾ തേങ്ങ ചേർക്കൂല. ഇങ്ങനെ വെക്കണം. നമ്മളെ സാധാ പുളിയാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, ബൈ. എൻ്റെ കെട്ടിയോന് ഞാൻ എന്താ വിളമ്പി കൊടുക്കുകയാണ്. വേളക്കറി, ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് തോരൻ, ബീട്രൂട്ട് തോരനാണ്. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. വെള്ളരിക്ക പച്ചടി എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി കറിയാണ്. ഇതുപോലെ നല്ലൊരു മീൻ കറി കൂട്ടി